മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കിലിപ്പീടിക സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ വീടാണ് കത്തിനശിച്ചത്. ബുധനാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. നമ്മൾ ഇവിടെ സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് പുറത്തു പോയതായിരുന്നു. പുറത്ത് പോകുമ്പോൾ വെച്ചാൽ അന്ന് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പവർ ബാങ്ക് ഉപയോഗിക്കണതാണ്. വണ്ടിയിൽ പോകുമ്പോൾ പവർ ബാങ്ക് ഉപയോഗിക്കണതാണ്. ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അന്ന് പവർ ബാങ്ക് ഒന്ന് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചിട്ട് ഒരു പകുതിയോളം ചാർജ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുത്തിവെച്ചതിൻ്റെ ശേഷമാണ് മക്കളെയും കൂട്ടി പുറത്ത് പോകുന്നത്. പുറത്ത് പോയി തിരിച്ച് പോരുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി പുതിയങ്ങാണ്ട് ഒരു കടയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് കോള് വന്നതാണ്. കോള് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ വീട് കത്തുന്നുണ്ട് പറഞ്ഞു. പിന്നെ നമ്മളോട് ഓടി വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം കത്തി തീർന്നിട്ടുണ്ട്. അത് ആ പ്ലഗ് ഉള്ളിലുള്ള റൂമിൻ്റെ ആ പ്ലഗിലാണ് കുത്തി വെച്ചിരുന്നത്. ഇതിൽ ഓണാക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പുറത്തത്തെ ലൈറ്റും അപ്പുറത്തെ ലൈറ്റും ഈ മൂന്ന് സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ കറണ്ടായിട്ട് ഓണാക്കി എടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ സ്വിച്ച് ബോർഡിനൊന്നും ഇല്ല. അതിൻ്റെ ബോർഡും കാര്യങ്ങളും കരിഞ്ഞിട്ടുണ്ട്. പവർ ബാങ്ക് കത്തിയതുകൊണ്ട് വീട് മുഴുവൻ കത്തിനശിച്ചതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര കേട്ടറിവില്ലാത്ത കാര്യമാണിത്. പവർ ബാങ്ക് എങ്ങനെയാണ് അത്രയും കത്തി വീട് മുഴുവൻ തീപിടിക്കുന്നതെന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ശരിയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. എന്തായാലും പവർ ബാങ്ക് കണക്ഷൻ കൊടുത്ത് ചാർജ് ചെയ്ത് വെക്കുന്നത് ലേശം അപകടകരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് തിരൂരിൽ ഉണ്ടായിരിക്കുന്നത്. പറയൂ സമീർ, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ മുക്കിലപ്പീടിക സ്വദേശി അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദിഖിന്റെ വീടാണ് കത്തി നശിച്ചിരിക്കുന്നത്. രാത്രി സമയത്ത് വീട്ടിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് ഓടിയെത്തിയ സമീപവാസികളാണ് ഈ വീടിന്റെ മേൽക്കൂര അടക്കം കത്തുന്നത് കണ്ടത്. പിന്നാലെ നാട്ടുകാർ ഇവയെല്ലാം തന്നെ തീ അണക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പറയുന്നത് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഈ പവർ ബാങ്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പുറത്തു പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓലമേഞ്ഞ വീടായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽക്കൂരൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. മാത്രമല്ല അലമാരി സൂക്ഷിച്ചിരുന്ന വീട്ടുപകരണങ്ങളും രേഖകളും വസ്ത്രങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും കത്തി ചാമ്പലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതാണെന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ പവർ ബാങ്ക് ഇത്തരം ഒരു അപകടത്തിലേക്ക് കൂടി വഴിവെക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.